തൻ്റെ സഹോദരന്റെ ശവശരീരം വഹിച്ചുകൊണ്ടുള്ള ആ വിലാപയാത്ര ആ 10 വയസ്സുകാരൻ നോക്കി നിൽക്കുകയാണ്. ആ വിലാപയാത്രയിൽ തൻ്റെ സഹോദരന്റെ ശവം വഹിച്ചുകൊണ്ട് പോകുന്നതിനോടൊപ്പം തൻ്റെ സഹോദര പത്നിയും അതിനെ അനുഗമിക്കുന്നുണ്ട്. സഹോദര പത്നിക്ക് അപ്പോൾ വെറും 17 വയസ്സ് മാത്രമാണ് പ്രായം. ആ 10 വയസ്സുകാരൻ ഈ കാഴ്ച നോക്കി നിൽക്കെ തൻ്റെ സഹോദരന്റെ ശവശരീരം ചിതയിൽ വയ്ക്കുകയും ആ ചിത മന്ത്രോച്ചാരണങ്ങളോടുകൂടി തന്നെ ചിതയ്ക്ക് തീ കൊടുക്കുകയും ചെയ്തു. ആ തീ ആളിപ്പടരുമ്പോൾ സഹോദര പത്നിയെ ആ ചിതയിലേക്ക് പ്രവേശിപ്പിക്കുന്ന കാഴ്ചയാണ് ആ 10 വയസ്സുകാരൻ പിന്നീട് കാണുന്നത്. ആ 10 വയസ്സുകാരൻ തനിക്കാവുന്ന പോലെ ഈ ശ്രമത്തിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കാൻ അല്ലെങ്കിൽ ഇത് തടയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ യാതൊരു കാരണവശാലും ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. ഇതൊന്നും അവിടെ പ്രാവർത്തികമാക്കുന്നില്ല. അങ്ങനെ ആ സഹോദര പത്നിയും ആ ചിതയിൽ വെന്തുരുകയാണ്. ആ കാലഘട്ടത്തിൽ 18-ാം നൂറ്റാണ്ടിൽ 1700-കളിൽ സംഭവിച്ച ഇന്ത്യ കണ്ട ഏറ്റവും ദുരാചാരങ്ങളിൽ ഒന്നായിരുന്നു സതി എന്ന് പറയുന്ന ആ ദുരാചാരം. ആ സതി ദുരാചാരം തൻ്റെ കുടുംബത്തിൽ തന്നെ തൻ്റെ സഹോദര പത്നി തന്നെ ആ ദുരാചാരത്തിന് ഇരയാവുന്നത് കണ്ടുകൊണ്ടാണ് ആ കുട്ടി വളർന്നു വരുന്നത്. അതെ, അദ്ദേഹമാണ് പിന്നീട് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവെന്നും ബംഗാൾ നവോത്ഥാനത്തിന്റെ പിതാവെന്നുമെല്ലാം അറിയപ്പെടുന്ന രാജാറാം മോഹൻ റോയ് ആവുന്നത്. ഇതേ രാജാറാം മോഹൻ റോയ് തന്നെയാണ് സതി എന്ന് പറയുന്ന ഈ ഒരു ദുരാചാരത്തിനെതിരെ പോരാടുന്നതും ഇത് അബോളിഷ് ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പ്രയത്നിക്കുകയും ചെയ്യുന്നതും ഇദ്ദേഹമാണ്. രാജാറാം മോഹൻ റോയ്, ഫാദർ ഓഫ് ബംഗാൾ റിനൈസൻസ്, ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ് എന്നെല്ലാം അറിയപ്പെടുന്ന അദ്ദേഹം 1772 അന്നത്തെ ബംഗാൾ പ്രവിശ്യ എന്ന് നമ്മൾ പറയാം, ഇന്നത്തെ ബംഗാൾ, അവിടെയുള്ള ഹുഗ്ലി ജില്ലയിലുള്ള രാധാനഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ അച്ഛനുമെല്ലാം ബംഗാൾ നവാബിന്റെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരായിരുന്നു. ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത് എങ്കിൽ കൂടി അദ്ദേഹം പൂർണ്ണമായും ഓർത്തഡോക്സ് ആയിരുന്നോ എന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിന്റെ കുടുംബം അങ്ങനെ ആയിരുന്നോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. അദ്ദേഹത്തിന്റെ ജീവിതം അല്ലെങ്കിൽ അദ്ദേഹം അനുവർത്തിച്ചിരുന്ന നിലപാടുകൾ, അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങൾ തുടങ്ങിയവയെല്ലാം അതിൽ നിന്നും തീർത്തും വിഭിന്നമായ അല്ലെങ്കിൽ ഒരു ആധുനികതയിലേക്ക് തൻ്റെ സമൂഹത്തെ, തൻ്റെ ജനവിഭാഗത്തെ നയിക്കാൻ വേണ്ടിയായിരുന്നു അദ്ദേഹം ശ്രമിച്ചത്. യാഥാസ്ഥിതിക വിദ്യാഭ്യാസത്തോടൊപ്പം ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും ആ കൾച്ചറും കൂടി ഈ കാലഘട്ടത്തിൽ യുവാക്കൾക്ക് ആവശ്യമാണ്, ജനവിഭാഗങ്ങൾക്ക് ആവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയായിരുന്നു രാജാറാം മോഹൻ റോയ്. സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഏറ്റവും കൂടുതൽ ശ്രമിച്ചത് ആ കാലഘട്ടത്തിൽ ആ ഒരു സമൂഹം, ജനവിഭാഗം ഏറ്റെടുത്തിരുന്ന അല്ലെങ്കിൽ അവർ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന പല ദുരാചാരങ്ങളെയും, സതി പോലെയുള്ള, ശൈശവ വിവാഹം പോലെയുള്ള ദുരാചാരങ്ങളെ എതിർക്കാനും ഏകദൈവ വിശ്വാസത്തിലേക്ക് ഇവരെ നയിക്കാനുമായിരുന്നു അദ്ദേഹം ശ്രമിച്ചത്. മോഹൻ റോയ് വാസ് എ പോളിഗ്ലോട്ട്, ഹി ന്യൂ മെനി ലാംഗ്വേജസ്. അദ്ദേഹം ഒരു ബഹുഭാഷാ പണ്ഡിതനായിരുന്നു. പല ഭാഷകളിൽ പ്രാവീണ്യമുള്ള വ്യക്തിയായിരുന്നു രാജാറാം മോഹൻ റോയ്. ബംഗാൾ പ്രവിശ്യയിൽ ജനിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്വാഭാവികമായും മനസ്സിലാവും അദ്ദേഹം ബംഗാളിയിൽ ഫ്ലുവൻ്റ് ആയിരുന്നു. അതുപോലെ തന്നെ അറബിക്കില്, പേർഷ്യനില്, ഗ്രീക്കില്, ഹിബ്രുവില്, ഇംഗ്ലീഷില് തുടങ്ങി പല ഭാഷകളിൽ 17ഓളം ഭാഷകളിൽ പ്രാവീണ്യമുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ഈ രാജാറാം മോഹൻ റോയ്. ഈ രാം മോഹൻ റോയ് ആണ് യഥാർത്ഥത്തിൽ പിന്നീട് രാജ എന്ന് പറയുന്ന ബഹുമതിയോടുകൂടി രാജാറാം മോഹൻ റോയ് ആകുന്നത്. അതിലേക്ക് നമുക്ക് പിന്നീട് വരാനുണ്ട്. അപ്പം ആദ്യം നമ്മൾ ഓർക്കുകയാണ്, രാജാറാം മോഹൻ റോയിയുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നിന്ന്, ചെറുപ്പ കാലഘട്ടത്തിൽ നിന്നാണ് നമുക്ക് ചർച്ച ചെയ്ത് തുടങ്ങേണ്ടത്. ഹി ലെഫ്റ്റ് ഹോം അറ്റ് ഏർലി ഏജ് ടു ട്രാവൽ ഇൻ ഹിമാലയാസ് ആൻഡ് തിബറ്റ് ടു ഗെയിൻ ഇൻസൈറ്റ് ഇൻ ബുദ്ധിസ്റ്റ് ഫിലോസഫി. അദ്ദേഹം തൻ്റെ ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹം വീട് വിട്ട് സഞ്ചരിക്കുകയും ഹിമാലയ ഭാഗങ്ങൾ, തിബറ്റ് പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുകയും ചെയ്തു എന്നതാണ് പറയപ്പെടുന്നത്. എന്നാൽ പിന്നീടുള്ള പല ചരിത്രകാരന്മാരും ഇദ്ദേഹം ഇങ്ങനെ യാത്ര ചെയ്തിട്ടില്ല, ഈ കാര്യങ്ങളെല്ലാം തെറ്റാണെന്ന് പറഞ്ഞ കാര്യങ്ങളുമുണ്ട്. നമുക്കതിലേക്ക് വരാം. അപ്പൊ അദ്ദേഹം ഈ സമയത്ത്, ഈ കാലഘട്ടത്തിൽ ഈ സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുകയും അദ്ദേഹം നമ്മൾ പറഞ്ഞ പോലെ ബുദ്ധിസ്റ്റ് ഫിലോസഫിയിൽ പ്രാവീണ്യം നേടുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് നമ്മൾ ഓർക്കുന്ന ആദ്യ കാര്യം. അതിനുശേഷം അദ്ദേഹം പാറ്റ്നയിലേക്ക് മാറുന്നു, അല്ലെങ്കിൽ പാറ്റ്നയിലേക്കും അദ്ദേഹം തൻ്റെ സഞ്ചാരം വ്യാപിപ്പിക്കുന്നു. അങ്ങനെ പാറ്റ്നയിൽ വെച്ച് അദ്ദേഹം ഒരു മദ്രസയിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? പാറ്റ്നയിൽ തൻ്റെ വിദ്യാഭ്യാസത്തിനുള്ള അവസരം തേടുന്നുണ്ട്. ആ മദ്രസയിൽ വെച്ചിട്ടാണ് അദ്ദേഹം പേർഷ്യനും അതുപോലെ അറബിക്കും എല്ലാം പഠിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്.
അങ്ങനെ അദ്ദേഹം, ഞാൻ പറഞ്ഞ പോലെ ആദ്യ കാലഘട്ടങ്ങളിൽ, ആദ്യ സമയങ്ങളിൽ ഇതെല്ലാം സംഭവിക്കുന്നത് അദ്ദേഹത്തിന്റെ വളരെ ചെറുപ്പകാലത്താണ്. 10 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള സമയത്തിലാണ് ഈ യാത്രകൾ നടക്കുന്നത്. ഈ കാലഘട്ടത്തിൽ അദ്ദേഹം ആദ്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ബുദ്ധിസ്റ്റ് ഫിലോസഫിയെ കുറിച്ച് ധാരണയുണ്ടാക്കുന്നു. പിന്നീട് അദ്ദേഹം പേർഷ്യനും അറബിക്കുമെല്ലാം പാറ്റ്നയിൽ വെച്ച് പഠിക്കുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. അതിനുശേഷം അദ്ദേഹം ബനാറസിലേക്ക്, ഇന്നത്തെ വാരാണസി, അങ്ങോട്ടേക്ക് അദ്ദേഹം സഞ്ചരിക്കുന്നു. അത് അദ്ദേഹത്തിന്റെ 14-ാം വയസ്സിലാണ് എന്ന് നമ്മൾ ഓർക്കുക. അവിടെ നിന്നാണ് അദ്ദേഹം ഹിന്ദു ടെക്സ്റ്റുകൾ, അതായത് വേദങ്ങളെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം ധാരണ ഉണ്ടാക്കുന്നത്. ഈ വേദങ്ങളെ കുറിച്ചെല്ലാം പഠിച്ച സമയത്ത്, അല്ലെങ്കിൽ ഈ വേദങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുമ്പോഴാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ ഏകദൈവ സങ്കല്പത്തിലേക്ക്, മോണോത്തീസ് എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്കെല്ലാം അദ്ദേഹം വരുന്നത് ഈ കാലഘട്ടത്തിലാണെന്നാണ് ചരിത്രരേഖകൾ പറയുന്നത്. അപ്പൊ അങ്ങനെ അദ്ദേഹം തൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ ഈ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് പല ഭാഷകൾ സ്വായത്തമാക്കുകയും പല രീതിയിലുള്ള തൻ്റെ പഠനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു. നമ്മൾ പറഞ്ഞു ഇദ്ദേഹം ഇങ്ങനെ പാറ്റ്നയിലും വാരാണസിയിലും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ പോയി തൻ്റെ ഔപചാരികമായ പല രീതിയിലുള്ള വിദ്യാഭ്യാസങ്ങൾ പല രീതിയിൽ നേടിയെന്നൊക്കെ. എന്നാൽ ബജേന്ദ്രനാഥ് ബന്ധോപാധ്യായ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം രാജാറാം മോഹൻ റോയുടെ ഒരു ജീവചരിത്രം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആ ജീവചരിത്രത്തിന്റെ പേര് രാം മോഹൻ റോയ് എന്നാണ് ജീവചരിത്രത്തിന്റെ പേര്. അപ്പോൾ ബജേന്ദ്രനാഥ് ബന്ധോപാധ്യായ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഈ ജീവചരിത്രത്തിൽ, രാജാറാം മോഹൻ റോയുടെ ജീവചരിത്രത്തിൽ അദ്ദേഹം പറയുന്നത്, ബജേന്ദ്രനാഥ് ബന്ധോപാധ്യായ മെൻഷൻസ് ദെയർ ഈസ് നോ റെക്കോർഡ് ഓഫ് പാറ്റ്ന സ്റ്റോറി ആൻഡ് ബനാറസ് സ്റ്റോറി. അതായത് നമ്മുടെ രാജാറാം മോഹൻ റോയ് പാറ്റ്നയിൽ പോയി അദ്ദേഹം അവിടെ നിന്ന് വിദ്യാഭ്യാസം നേടി, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പേർഷ്യനും അറബിക്കും പഠിച്ചതിനോ, അല്ലെങ്കിൽ ബനാറസിൽ പോയി ഹിന്ദു വേദാന്തത്തെക്കുറിച്ച് പഠിച്ചതിനോ ഒന്നും ആധികാരികമായി തെളിയിക്കുന്ന രേഖകളൊന്നുമില്ല എന്നാണ് ബജേന്ദ്രനാഥ് ബന്ധോപാധ്യായ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ തൊട്ട് മുമ്പേ പറഞ്ഞു, ഇങ്ങനെയൊക്കെ അദ്ദേഹം പോയിട്ടുണ്ട് എന്ന് രേഖകൾ പറയുമ്പോഴും അതിനെതിരെ പല ചരിത്രകാരന്മാരും അങ്ങനെയല്ല, അദ്ദേഹം പോയിട്ടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബജേന്ദ്രനാഥ് ബന്ധോപാധ്യായാണ് ബയോഗ്രഫി ഓഫ് രാജാറാം മോഹൻ റോയ് രചിക്കുന്നത്. അതിന്റെ പേര് റാം മോഹൻ റോയ് എന്നാണ്. അപ്പൊ അതിൽ പറയുന്നു, ദർ ഈസ് നോ റെക്കോർഡ് അബൌട്ട് പാറ്റ്ന ആൻഡ് ബനാറസ് സ്റ്റോറി. ഈ പാറ്റ്നയിലും ബനാറസിലൊന്നും പോയതിന് അങ്ങനെ വലിയ തെളിവുകളൊന്നും ഇവിടെ ഇല്ല എന്നാണ് ഇദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. ഇതേ അഭിപ്രായം പിന്നീട് വന്ന മറ്റ് ചരിത്രകാരന്മാരും രേഖപ്പെടുത്തുന്നുണ്ട്. RP ചന്ദ, അതുപോലെ തന്നെ JK മജുംദാർ, ഇവർ 2 പേരും കൂടി ചേർന്നിട്ട് ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. സെലക്ഷൻ ഫ്രം ഒഫീഷ്യൽ ലെറ്റേഴ്സ് ആൻഡ് ഡോക്യുമെന്റ് റിലേറ്റിംഗ് ടു ദ ലൈഫ് ഓഫ് രാജാ മോഹൻ റോയ് എന്നാണ് അദ്ദേഹത്തിന്റെ ആ ഒരു പുസ്തകത്തിന്റെ പേര്. അപ്പോൾ RP ചന്ദ ആൻഡ് JK മജുംദാർ പബ്ലിഷ് സെലക്ഷൻ ഫ്രം ഒഫീഷ്യൽ ലെറ്റേഴ്സ് ആൻഡ് ഡോക്യുമെന്റ് റിലേറ്റിംഗ് ടു ദ ലൈഫ് ഓഫ് രാജാ മോഹൻ റോയ് എന്ന് പറഞ്ഞാൽ ഇതിൽ പ്രധാനമായും കത്തുകളിലൂടെയാണ് ഈ സംവാദങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതായത് രാജാറാം മോഹൻ റോയുമായി ബന്ധപ്പെട്ട കത്തുകൾ, കോർട്ടിൽ നിന്നും അദ്ദേഹത്തിന് ലഭിച്ച ലെറ്റേഴ്സ് തുടങ്ങിയ കാര്യങ്ങളിലൂടെയാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതിൽ RP ചന്ദയും JK മജുംദാറും അവരും ഉറപ്പിച്ചു പറയുന്നുണ്ട്. ഇവരും പറയുകയാണ്, ഈ പറഞ്ഞ കത്തുകളും ലെറ്റേഴ്സും മറ്റ് രേഖകളും ഒക്കെ പരിശോധിക്കുമ്പോൾ അതിലും ഇത് പറഞ്ഞതുപോലെ ദർ ഇസ് നോ എവിഡൻസ് ഓഫ് പാറ്റ്ന ആൻഡ് ബനാറസ് ഫേസ്. പാറ്റ്ന ഫേസിന്റെയോ പാറ്റ്ന സ്റ്റോറിയുടെയോ ബനാറസിൽ അദ്ദേഹം ഇങ്ങനെ പഠിച്ചു എന്ന് പറയുന്നതിൻ്റെയോ ആധികാരികതയൊന്നും രേഖപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നും ഈ കത്തുകളിലോ ഈ രേഖകളിലോ ഒന്നും ഇല്ല എന്ന് RP ചന്ദയും JK മജുംദാറും കൂടി പരാമർശിക്കുന്നുണ്ട് എന്നോർക്കുക. അപ്പോൾ ഈ പറഞ്ഞ നമ്മുടെ പാറ്റ്ന സ്റ്റോറിയും ബനാറസ് സ്റ്റോറിയും ഒന്നും അത്രത്തോളം ചരിത്രപരമായി നിലനിൽക്കുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെയും കൂടി ഉണ്ടായിരുന്നു എന്നൊന്ന് ഓർമ്മയിൽ നമ്മൾ വെക്കുകയാണ്. അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചാൽ, അതായത് നമ്മുടെ RP ചന്ദയും JK മജുംദാറും പറയുന്നു ഇങ്ങനെ പോയതിന് രേഖകളൊന്നും ഇല്ല എന്ന് പറയുന്നില്ലേ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു പാറ്റ്നയിൽ വെച്ചിട്ടാണ് ഇദ്ദേഹത്തിന് ഈ പേർഷ്യനിലും അറബിക്കിലും ഒക്കെ പ്രാവീണ്യം കിട്ടുന്നത്. അപ്പോൾ ചന്ദയും മജുംദാറും പറയുന്നത് അങ്ങനെ ആയിരിക്കില്ല. അദ്ദേഹം പറയുന്നത് രാജാറാം മോഹൻ റോയുടെ അച്ഛൻ്റെ അച്ഛനുമെല്ലാം ബംഗാൾ നവാബിൻ്റെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരായിരുന്നു. അപ്പോൾ അവരുപയോഗിക്കുന്ന ഭാഷയിൽ പേർഷ്യൻ ഭാഷയ്ക്ക് നവാബുമായി ബന്ധപ്പെട്ട രേഖകളിൽ അല്ലെങ്കിൽ അവരുടെ ഭരണ സംവിധാനത്തിൽ പേർഷ്യൻ ഭാഷയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇവരെല്ലാം പേർഷ്യനിൽ ഫ്ലുവൻ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ രീതിയിലായിരിക്കാം പേർഷ്യൻ ഭാഷയിലുള്ള പ്രാവീണ്യം കിട്ടിയത്. അതായത് അച്ഛനും മുതുമുത്തച്ഛനും വേർ പ്രൊഫഷൻഡ് ഇൻ പേർഷ്യൻ. സോ രാജാറാം മോഹൻ റോയും അതുകൊണ്ടായിരിക്കാം പേർഷ്യനിലും അദ്ദേഹത്തിന് പ്രാവീണ്യം ലഭിച്ചത്. അതല്ല, ഇദ്ദേഹം തൻ്റെ ഗ്രാമത്തിൽ തന്നെയുള്ള
മറ്റൊരു അധ്യാപകരിൽ നിന്ന്, ഒരു ബ്രാഹ്മിൺ സ്കോളറിൽ നിന്ന് സംസ്കൃതവും മറ്റും പഠിച്ചതായിട്ടും ഇവരെന്ത് ചെയ്യുന്നുണ്ട്, തങ്ങളുടെ ഈ പുസ്തകത്തിൽ ഇവർ അവകാശപ്പെടുന്നുണ്ട്. അപ്പൊ എങ്ങനെയായിരുന്നാലും അദ്ദേഹത്തിന് പേർഷ്യന്, അറബിക്ക്, നമ്മൾ പറഞ്ഞതുപോലെ ബാക്കി ഭാഷകളിലെല്ലാം അഗാധ പാണ്ഡിത്യം ഉണ്ടായിരുന്നു എന്നതിന് തർക്കമൊന്നുമില്ല. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളും ഇതിനുള്ളിൽ കിടക്കുന്നുണ്ട് എന്നൊന്ന് നമ്മൾ ഓർമ്മിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ കാലം മുന്നോട്ട് പോവുകയാണ്. 1700, നമ്മൾ നേരത്തെ പറഞ്ഞു, അദ്ദേഹം ജനിക്കുന്ന കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അങ്ങനെ ഇൻ 1793, 1793 വില്യം കാരി എന്ന് പറയുന്ന ഒരു മിഷണറി ഈ പറഞ്ഞ ബംഗാളിലേക്ക് എത്തുകയാണ്. അപ്പൊ ഈ വില്യം കാരി എന്ന് പറയുന്ന ഈ മിഷണറിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സുവിശേഷ മിഷണറി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട രേഖകളും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യണം, അദ്ദേഹത്തിന് ബംഗാളി പോലെയുള്ള പ്രാദേശിക ഭാഷകളിലേക്ക് അദ്ദേഹത്തിന് ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് മതപ്രചരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ ചെയ്യാൻ സാധിക്കൂ. അങ്ങനെ വില്യം കാരി എന്ത് ചെയ്യാണ്, ഈ ബംഗാളിലെത്തി. അങ്ങനെ ബംഗാളിലെത്തിയ വില്യം കാരി തനിക്ക് ഇത് ചെയ്യാൻ പറ്റിയ, അല്ലെങ്കിൽ തന്നെ ഇതിന് സഹായിക്കാൻ പറ്റിയ ആളുകൾ ആരൊക്കെയാണെന്ന് അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ വില്യം കാരി അവസാനം നമ്മുടെ റാംമോഹൻ റോയിലേക്ക് എത്തുകയാണ്. റാംമോഹൻ റോയി ആണെങ്കിൽ ഈ സമയത്ത് അദ്ദേഹത്തിന് ഇംഗ്ലീഷിനെ കുറിച്ച് ധാരണയുണ്ടെങ്കിലും ഇംഗ്ലീഷിൽ അത്രത്തോളം ഒരു പ്രൊഫിഷ്യൻ്റ് അല്ലെങ്കിൽ ഒരു ഫ്ലുവൻ്റ് ഒന്നും ആയ ഒരു കാലഘട്ടമല്ല. അപ്പൊ അദ്ദേഹത്തിന് ഇംഗ്ലീഷ് പഠിക്കാമെന്നുള്ളൊരു ലക്ഷ്യവും അദ്ദേഹത്തിന്റെ ഉള്ളിലും ഉണ്ട്. അങ്ങനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് വില്യം കാരി നമ്മുടെ രാജാറാം മോഹൻ റോയുടെ ഹെൽപ്പ് തേടുകയാണ്. അപ്പം മിഷണറി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഇവിടെ വരുന്നത്. ഇതേ വില്യം കാരിയാണ് പിന്നീട് ബംഗാളിയിലേക്ക് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടൊക്കെ പ്രവർത്തിച്ച ആളുകൂടിയാണ് ആര്, ഈ വില്യം കാരി എന്ന് പറയുന്ന ആള്. അങ്ങനെ 1793 വില്യം കാരി സോട്ട് രാജാറാം മോഹൻ റോയ്സ് ഹെൽപ്പ് ടു ട്രാൻസ്ലേറ്റ് ലിറ്ററേച്ചർ ഫോർ മിഷണറി ആക്ടിവിറ്റീസ്. ഈ കാലഘട്ടത്തിൽ അദ്ദേഹം മിഷണറിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ക്രിസ്തു മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഇദ്ദേഹത്തിന് അവബോധം അല്ലെങ്കിൽ അവഗാഹം ഉണ്ടാകുന്ന കാലഘട്ടം കൂടിയാണ് ഈ വില്യം കാരിയുടെ കൂടെ ഉണ്ടായിരുന്ന കാലഘട്ടം. അങ്ങനെ വില്യം കാരിക്ക് ശേഷം ഇദ്ദേഹം ഒരു 1793 ശേഷം അദ്ദേഹം തന്റെ തട്ടകം കൊൽക്കത്തയിലേക്ക് മാറ്റുകയാണ്. കൊൽക്കത്ത ബേസ് ചെയ്തിട്ടായി കൊൽക്കത്തയിലേക്ക് സെറ്റിൽ ആവുന്ന രീതിയിൽ രാജാറാം മോഹൻ റോയ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെ കൊൽക്കത്തയിൽ അദ്ദേഹം വന്നതിന് ശേഷം 1797 അദ്ദേഹം ഒരു പുതിയ മേഖലയിലേക്ക് കടക്കുകയാണ്. അദ്ദേഹം ഒരു മണി ലെൻഡർ ആവുന്നു. ബനിയ എന്നാണ് അവിടെ അന്ന് മണി ലെൻഡേഴ്സിനെ വിളിക്കുന്ന പേര്. അപ്പൊ ബനിയ എന്ന പേരിൽ അദ്ദേഹം ഈ പറഞ്ഞ ഇംഗ്ലീഷുകാർക്ക് പണം കടം കൊടുത്തുകൊണ്ട് അദ്ദേഹം തന്റെ പുതിയൊരു മേഖലയിലേക്ക് ആര് കടന്നു ചെല്ലുന്നു, രാജാറാം മോഹൻ റോയ് കടന്നു ചെല്ലുന്നതും ഈ കാലഘട്ടത്തിലാണ്. അങ്ങനെ അദ്ദേഹം ഒരു ലോക്കൽ മണി ലെൻഡർ ആയിട്ട് അവിടെ പ്രവർത്തിക്കുന്നു. അങ്ങനെ ലോക്കൽ മണി ലെൻഡർ ആയിട്ട് പ്രവർത്തിക്കുന്നു. അതോടൊപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വില്യം കാരിയുമായി ബന്ധപ്പെട്ട ട്രാൻസ്ലേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നു. ഇതിനൊക്കെ ശേഷം ഒരു 1803 കൂടിയിട്ട് പിന്നീട് ഏകദേശം തൻ്റെ ജീവിതത്തിലെ ആ ഒരു പ്രധാനപ്പെട്ട കാലഘട്ടം ഇദ്ദേഹം ചെലവഴിക്കുന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്ന് മനസ്സിലാക്കുക. അദ്ദേഹം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ജോലി നേടുകയാണ് 1803 രാജാറാം മോഹൻ റോയ്. അദ്ദേഹത്തിന്റെ അവിടുത്തെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലും ആയി ബന്ധപ്പെട്ട റൈറ്റിംഗ് സർവീസിൽ അദ്ദേഹം ഒരു പ്രൈവറ്റ് ക്ലർക്കായിട്ട്, ഒരു മുൻഷിയായിട്ടാണ് അദ്ദേഹം തൻ്റെ ജീവിതം അല്ലെങ്കിൽ സേവന കാലഘട്ടം അവിടെ എന്ത് ചെയ്യുന്നത്, ആരംഭിക്കുന്നത്. അങ്ങനെ 1803 അദ്ദേഹം അവിടെ എന്ത് ചെയ്യുന്നു, ഒരു റൈറ്റിംഗ് സർവീസുമായി ബന്ധപ്പെട്ട് അവിടെ അദ്ദേഹം ജോലി നേടുന്നു. അതിനുശേഷം 1805 കൂടിയിട്ട് ആ ജോലി അദ്ദേഹം അവിടെ നിന്ന് വിടുന്നു. എന്നിട്ട് മറ്റൊരു വ്യക്തിക്ക് കീഴിൽ, അദ്ദേഹത്തിന്റെ പേര് ജോൺ ദിഗ്ബേ എന്നാണ്, ഈ ജോൺ ദിഗ്ബേക്ക് കീഴിൽ അദ്ദേഹം മറ്റൊരു ജോലി അവിടെ തന്നെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 1805 ജോൺ ദിഗ്ബേക്ക് കീഴിൽ ഇദ്ദേഹം തന്റെ ഔദ്യോഗിക ജീവിതത്തിന്റെ മറ്റൊരു ഫേസ് ആരംഭിക്കുന്നു. ഈ സമയത്താണ് ഈ ജോൺ ദിഗ്ബേയാണ് യഥാർത്ഥത്തിൽ രാജാറാം മോഹൻ റോയിയെ വെസ്റ്റേൺ കൾച്ചർ എന്താ, അതുപോലെ വെസ്റ്റേൺ ലിറ്ററേച്ചർ എന്താ, ഇംഗ്ലീഷ് സാഹിത്യം എന്താ, ഇംഗ്ലീഷിലെ ജീവിത രീതികൾ എന്താ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചിട്ട് രാജാറാം മോഹൻ റോയ്ക്ക് ഒരു അവബോധം ഉണ്ടാകുന്നത് ഈ സമയത്താണ് ഉണ്ടാകുന്നത്. അങ്ങനെ ജോൺ ദിഗ്ബോയ്ക്ക് കീഴിൽ ഇദ്ദേഹം ഇവിടെ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞാൽ കത്തുകൾ തയ്യാറാക്കുക, അതുപോലെ ഇംഗ്ലീഷുകാരുമായി ആശയവിനിമയം നടത്തുക തുടങ്ങിയ ഒരുപാട് ജോലികൾ ഇദ്ദേഹത്തിനുണ്ട്.
ഈ സമയത്താണ് ഈ ഇംഗ്ലീഷിലുള്ള സ്ഥിരമായിട്ടുള്ള കത്തുകൾ തയ്യാറാക്കുക, ഇംഗ്ലീഷുകാരുമായിട്ടുള്ള ആശയവിനിമയം നടത്തുക തുടങ്ങിയ സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് പ്രാവീണ്യം അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് ലാംഗ്വേജ് മെച്ചപ്പെടുന്നത് ആ ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ ആ ഒരു സമയത്താണ് അദ്ദേഹം തൻ്റെ ഇംഗ്ലീഷിലുള്ള നോളജ് വർദ്ധിപ്പിക്കുന്നത്. നോളജ് വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇംഗ്ലീഷിലുള്ള എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ ഇദ്ദേഹം പഠിക്കുന്നത് ഈ സമയത്താണെന്ന് ജോൺ ദിഗ്ബേ തന്നെ പറയുന്നുണ്ട്. അപ്പൊ ജോൺ ദിഗ്ബേക്ക് കീഴിലുണ്ടായിരുന്ന ഈ കാലഘട്ടത്തിൽ ഇദ്ദേഹം ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഓർക്കുക. ആ ഒരു സമയത്ത് ഒരു ദിവസം ഇദ്ദേഹം റോഡിലൂടെ നടക്കുമ്പോൾ കാറിൽ ഒരു ബ്രിട്ടീഷ് കളക്ടർ ഉണ്ടായിരുന്നു. ഇദ്ദേഹം ഈ കളക്ടറെ കണ്ടില്ല, കളക്ടറെ ബഹുമാനിച്ചില്ല എന്നതിൻ്റെ പേരിൽ ഇദ്ദേഹവുമായിട്ട് ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായി. ഇതേ തുടർന്നിട്ട് ഇദ്ദേഹം അന്നത്തെ ബംഗാൾ ഗവർണർക്ക് ഒരു കത്തെഴുതുകയാണ്. ആലോചിക്കണം, അന്ന് ബംഗാൾ ഗവർണർക്ക് ഒരു ഇന്ത്യക്കാരൻ കത്തെഴുതുകയാണ്. അതായത് പൂർണ്ണമായും ഇംഗ്ലീഷിൽ, പൂർണ്ണമായും ഗ്രാമറിൽ, പൂർണ്ണമായ രീതിയിൽ, ഏറ്റവും നല്ല രീതിയിൽ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇന്ത്യക്കാരായ ഒരു വ്യക്തി ഇവിടെ അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, മറ്റു കാര്യങ്ങൾ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു കത്തെഴുതുകയാണ്. 1850 റോട്ട് എ ലെറ്റർ ടു ഗവർണർ ജനറൽ. ലോർഡ് മിന്റോ ആണ് ആ സമയത്തെ ബംഗാളിലെ ഗവർണർ ജനറൽ. ആ ലോർഡ് മിന്റോക്ക് ഇദ്ദേഹം ഒരു കത്തെഴുതുന്നു. ആ കത്തിനൊരു പ്രത്യേകത കൂടി കൈവരികയാണ്. ഫസ്റ്റ് നോൺ കൊമേഴ്ഷ്യൽ കറസ്പോണ്ടൻസ് ഇൻ ഇംഗ്ലീഷ് ഫ്രം ആൻ ഇന്ത്യൻ. അതായത് ഇന്ത്യക്കാരനായ ഒരു വ്യക്തി ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു ആദ്യമായിട്ട് എഴുതുന്ന ഒരു കത്ത് എന്നൊരു കാര്യം കൂടി, അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലും കൂടി ആ കത്ത് അറിയപ്പെടാൻ തുടങ്ങി. അപ്പോൾ ഈ ഒരു കത്തും കൂടി ഇദ്ദേഹം അയച്ചതോടുകൂടി, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഈ കത്തിന് ഇത്രത്തോളം പ്രാധാന്യം ലഭിച്ചതോടുകൂടി ഇദ്ദേഹത്തിന് ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള പ്രാവീണ്യം, അതായത് ഒരു ഗവർണർ ജനറലിനോട് വരെ ഈ കാര്യങ്ങൾ ഇദ്ദേഹത്തിന് വസ്തുനിഷ്ഠമായും സ്പഷ്ടമായും പറയാൻ സാധിക്കുന്നു എന്നത് ഇദ്ദേഹത്തിന് ജനവിഭാഗങ്ങൾക്കിടയിൽ, ഉദ്യോഗസ്ഥർക്കിടയിൽ വലിയൊരു മതിപ്പുണ്ടാക്കാൻ കാരണമായ ഒരു സംഭവം കൂടിയാണ് ഈ 1809 നടന്ന ഈ സംഭവം. അപ്പോൾ 1809 ഇങ്ങനെ ഒരു കത്ത് അയച്ചെങ്കിൽ കൂടി അവിടെയും ചെറിയൊരു കാര്യമുണ്ട്. ഒരു ഷെയ്ഖ് ദീൻ മുഹമ്മദ് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. ഈ ഷെയ്ഖ് ദീൻ മുഹമ്മദാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു രീതിയിൽ കത്തെഴുതിയത്. അതായത് ഇങ്ങനെ പൂർണ്ണമായും ഇംഗ്ലീഷിൽ ഒരു കത്തെഴുതിയ ഇന്ത്യക്കാരൻ ഷെയ്ഖ് ദീൻ മുഹമ്മദ് ആണെന്ന് പിന്നീട് ചരിത്രകാരന്മാരിൽ ചിലരൊരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ കൂടി നമ്മൾ ഓർക്കുക, ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും വസ്തുനിഷ്ഠമായിട്ട് ആദ്യമായി ഒരു ബ്രിട്ടീഷുകാരന് ഒരു ഇംഗ്ലീഷിൽ കത്തെഴുതിയ ഇന്ത്യക്കാരൻ ആര് തന്നെയാണ്? നമ്മുടെ രാജാറാം മോഹൻ റോയ് തന്നെയാണ്. അങ്ങനെ കാലം മുന്നോട്ട് നീങ്ങുന്നു. വർഷം 1815 ആവുന്നു. ഈ 1815 എന്നുള്ള വർഷത്തിൽ അദ്ദേഹം റോയ് ഫൗണ്ടഡ് ദ ആത്മീയ സഭ, അല്ലെ? ആത്മീയ സഭ അഥവാ ഈ ആത്മീയ സഭയെ തന്നെയാണ് സൊസൈറ്റി ഓഫ് ഫ്രണ്ട്സ് എന്നും നമ്മളിതിനെ വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ആത്മീയ സഭ അഥവാ സൊസൈറ്റി ഓഫ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു സംഘടന എന്നൊന്നും പറയാൻ പറ്റില്ല, ഇവരുടെ ചില തോട്ടുകൾ അവർക്ക് ചർച്ച ചെയ്യാനുള്ള ഒരു പൊതുവേദി. അങ്ങനെ ഒരു ആത്മീയ സഭ ടു പ്രൊപ്പഗേറ്റ് ഹിസ് ഡോക്ട്രൈൻസ് ഓഫ് മൊണോത്തിസ്റ്റിക് ഹിന്ദുയിസം, അതായത് ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ആ ഹിന്ദുമതത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും അതുപോലെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനും വേണ്ടി അദ്ദേഹം കൊൽക്കത്ത ബേസ് ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെയൊരു സംഘടന സ്ഥാപിക്കുന്നത്, ഇങ്ങനെയൊരു സൊസൈറ്റി ഇദ്ദേഹം സ്ഥാപിക്കുന്നത്. ഈ സൊസൈറ്റിയുടെ മീറ്റിങ്ങുകളിലൊന്നും ഒരു ഔപചാരിക സ്വഭാവമുള്ള ഒരു സംഘടന അല്ലെങ്കിൽ ഒരു രീതിയിലൊന്നും ആയിരുന്നില്ല ഇതിൻ്റെ പ്രവർത്തനം. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആഴ്ചയിൽ ഒരു ദിവസം കൂടുന്ന ഒരു സൗഹൃദ സദസ്സ് പോലെയായിരുന്നു ഈ ആത്മീയ സഭയുടെ പ്രവർത്തനമെന്ന് പിന്നീട് പല ചരിത്രകാരന്മാരും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സ്റ്റാർട്ടഡ് ഇൻ കൊൽക്കത്ത എന്ന് നമ്മൾ പറഞ്ഞു. ദേ യൂസ് ടു കണ്ടക്ട് ഡിബേറ്റ്സ്, ഫിലോസഫിക്കൽ ഡിസ്കഷൻസ്. അപ്പോൾ ഇവര് അവിടെ ചെയ്തിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവരുടെ സംവാദങ്ങൾ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഈ ഡിസ്കഷൻസ്, ആത്മീയപരമായ ചർച്ചകൾ, ആത്മീയപരമായ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട സംവാദങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിലുണ്ടായിരിക്കും. പ്രധാനമായും ബംഗാളിൽ തന്നെയുള്ള നവോത്ഥാന ചിന്താഗതിയുള്ള അങ്ങനത്തെ രീതിയിലുള്ള വാഗ്മികളൊക്കെ ആയിരുന്നു ഇവിടുത്തെ പ്രധാനപ്പെട്ട ആൾക്കാർ എന്ന് പറയുന്നത്. ദേ ആൾസോ ചലഞ്ചഡ് ദ നിനൗൺസ്ഡ് ദ ഓർത്തഡോക്സ് റിലീജിയൻസ്, അതായത് യാഥാസ്ഥിതികമായ
പല കാര്യങ്ങളെയും മതങ്ങളിലെ യാഥാസ്ഥിതിക മനോഭാവത്തെ പൂർണ്ണമായും എതിർക്കുന്ന, അതിൽ മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു ഇവിടെ ഉരുത്തിരിഞ്ഞു വന്ന ആശയങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സതി പോലെയുള്ള ദുരാചാരങ്ങൾ, ശൈശവ വിവാഹം പോലെയുള്ള കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെയൊക്കെ പൂർണ്ണമായും എതിർക്കുന്ന രീതിയിലും അല്ലെങ്കിൽ അതെല്ലാം തുടച്ചു നീക്കണം എന്നുള്ള രീതിയിലുമായിരുന്നു ഇവിടെ കാര്യങ്ങൾ. ഇതിലെ പ്രധാന പാർട്ടിസിപ്പൻസ് അല്ലെങ്കിൽ ഇതിലെ പ്രധാനമായിട്ടും ആ കാലഘട്ടത്തിൽ ഈ ആത്മീയ സഭയിൽ അദ്ദേഹത്തോടൊപ്പം ചർച്ചകളിൽ പങ്കെടുത്തിരുന്നത് ഒന്നാമത്തെ ആള് റാം മോഹൻ റോയ് തന്നെ, പിന്നീട് ദ്വാരകാനാഥ് ടാഗോർ, നന്ദകിഷോർ ബോസ്, പ്രസന്നകുമാർ ടാഗോർ, ബൃന്ദാവൻ മിത്ര, ശിവപ്രസാദ് മിശ്ര, ഹരിഹരാനന്ദ തീർത്ഥസ്വാമി തുടങ്ങിയ ആളുകളൊക്കെ ഇദ്ദേഹത്തോടൊപ്പം ഈ ആത്മീയ സഭയുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ സ്ഥിരമായി പങ്കെടുത്തിരുന്ന ആൾക്കാരാണ്. അപ്പൊ ദ്വാരകാനാഥ് ടാഗോർ, നന്ദകിഷോർ ബോസ്, പ്രസന്നകുമാർ ടാഗോർ, ബൃന്ദാവൻ മിത്ര, ശിവപ്രസാദ് മിശ്ര, ഹരിഹരാൻ തീർത്ഥസ്വാമി ഇവരെല്ലാം ഇതിൽ പങ്കെടുത്തിരുന്ന ആൾക്കാരാണ് എന്നുള്ളതും കൂടി നമ്മൾ ഒന്ന് ഓർക്കുക. അപ്പൊ അങ്ങനെയാണ് ആത്മീയ സഭ എന്ന് പറയുന്ന ഒരു രീതിയിലേക്കുള്ള കാര്യങ്ങളെല്ലാം കടന്നു വരുന്നത്.